ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇറാൻ അല്പം മുമ്പ് ആക്രമിച്ചിരിക്കുന്നു. ഇറാന്റെ 4 സ്ഥലങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഒരു സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിച്ചിരിക്കുന്നത്. അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അവരുടെ ഓഫീസുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിലയിരുത്തൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആൾനാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ വിലയിരുത്തുന്നതേ ഉള്ളൂ. പക്ഷേ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല എങ്കിലും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനെതിരെയും മറ്റു ഇസ്രായേലിനെതിരെയും ഒക്കെ ഒരു യുദ്ധത്തിന്റെ ഒരു സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയുടെ പടക്കപ്പലുകളൊക്കെ ഇറാനിലെത്തിയത്. ഇപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആഴ്ചകൾക്ക് മുമ്പ് ഇറാനിൽ നടന്ന സൈനിക അഭ്യാസത്തിൽ റഷ്യയും ചൈനയും കൂടി പങ്കെടുത്തിരുന്നു. അതായത് മൊത്തത്തിൽ ഇരുചേരികളിലും കുറേ അധികം രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു യുദ്ധത്തിലേക്ക് ഇത് മാറുമോ എന്ന ആശങ്ക ലോകത്തെ എല്ലായിടത്തുമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ ഏകദേശം 1 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. മാത്രവുമല്ല, ഇറാൻ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കും. ആ തിരിച്ചടി വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ്. കഴിഞ്ഞ തവണ ജൂൺ ജൂലൈ മാസങ്ങളിലുണ്ടായ 12 ദിവസത്തെ വാറിലും യുദ്ധത്തിലും ഇതുപോലെ തന്നെയായിരുന്നു. ഇസ്രായേൽ അടിക്കുന്നു, ഉടൻ തന്നെ തിരിച്ചടിക്കുന്നു. അങ്ങനെ 12 ദിവസത്തെ വാറിൽ യുദ്ധത്തിൽ ഇറാനും നാശനഷ്ടങ്ങളുണ്ടായി, ഇസ്രായേലിനും നാശനഷ്ടങ്ങളുണ്ടായി. ഏതായാലും ആദ്യം പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഇസ്രായേൽ മാത്രമാണ് ഇതൊക്കെ നടത്തിയത് എന്നായിരുന്നു. പക്ഷേ ഇസ്രായേൽ മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് നടത്തിയത് എന്ന് US ഉദ്യോഗസ്ഥരും തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഏതായാലും ഒരു തവണ അമേരിക്കയോട് മാത്രം യുദ്ധത്തിലേക്ക് പോകരുത് എന്നും അത് ഇറാന് US വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നും ഈ USന്റെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കുമെന്നൊക്കെ മുൻപേ അറിയിച്ചിരുന്നു. അല്പം മുമ്പ് എന്തായാലും അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇറാന്റെ വ്യോമപാതകൾ അടച്ചിരിക്കുന്നു, ഇറാഖിന്റെ വ്യോമപാതകൾ അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസ് ആയിട്ടുള്ള നമ്മുടെ ഖത്തറിലെ ബേസുകൾ ആക്രമിക്കുമെന്ന്, ഖത്തറിലെ ബേസ് ഉൾപ്പെടെയുള്ള എല്ലാ ബേസുകളിലേക്കും ആക്രമണ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് അവസാനിപ്പിക്കണമെന്നായിരുന്നു കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസം 2ാം ഘട്ട ചർച്ച, അതായത് അമേരിക്കയും ഇറാൻ നടത്തിയ 2ാം ഘട്ട ചർച്ചയിൽ ശുഭപ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊന്നും നിൽക്കാതെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തി. നമുക്കറിയാം, കഴിഞ്ഞ ജൂൺ മാസത്തിലുണ്ടായ ആക്രമണത്തിലും ഇതുപോലെ തന്നെയായിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ഇങ്ങനെ അനുകൂലമായിട്ട് മാറുമ്പോഴേക്കും ഇസ്രായേലിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണ്.